സ്വാമിജി ആദ്യം പോലെ തന്നെ പറയുന്നുണ്ട്, കേട്ടതും അതാണ്, ഞങ്ങളൊക്കെ കേട്ടതും, ഇന്നർ എഞ്ചിനീയറിങ് എന്താണത്? സോ ഇന്നർ എഞ്ചിനീയറിങ് അത് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പോയറ്റിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇന്നർ എഞ്ചിനീയറിങ്, എന്താണ് ഈ എഞ്ചിനീയറിങ്? സോ ജസ്റ്റ് ഒരു ജോക്കാണ്. ഇന്നർ എഞ്ചിനീയറിങ് പ്രോഗ്രാം ഇങ്ങനെ നമ്മൾ വെളിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ പോസ്റ്റേഴ്സും ബാനേഴ്സും എല്ലാം ആക്കുമ്പോൾ ഒരു കോൾ വന്നിരുന്നു. കോൾ വന്നിട്ട് ചോദിച്ചു, ഈ എഞ്ചിനീയറിങ് കോഴ്സ് എത്ര വർഷമുള്ള കോഴ്സാണെന്ന് ചോദിച്ചു. സോ ഇത് ഔട്ട്സൈഡ് എഞ്ചിനീയറിംഗ് അല്ല, ഇത് ഇന്നർ എഞ്ചിനീയറിംഗ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. സോ ഫോർ ദം എല്ലാം എഞ്ചിനീയറിംഗ് ആണ്, ഔട്ട്സൈഡ് ആയാലും ഇൻസൈഡ് ആയാലും എല്ലാം ഒരു ഇന്നർ എഞ്ചിനീയറിംഗ്, ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വെളിയിൽ പുറമേയുള്ള ലോകത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ബാഹ്യമായ ലോകത്തെ നമുക്ക് എങ്ങനെ വേണമോ അങ്ങനെ മാറ്റിയെടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്റ്റേണൽ എഞ്ചിനീയറിംഗ്. അതേപോലെ തന്നെ നമ്മുടെ ആന്തരികതയും നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അതിനെയാണ് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ക്യാമറയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്ക് പുറമേയുള്ള അന്തരീക്ഷത്തിന് മേൽ ഒരല്പം നിയന്ത്രണമുണ്ട്. പക്ഷെ നമ്മുടെ ആന്തരികമായ അന്തരീക്ഷം എങ്ങനെയാണ്? ആന്തരികമായ അന്തരീക്ഷം ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ താറുമാറായിരിക്കുകയാണ്. യെസ്. സോ ആന്തരികമായ അന്തരീക്ഷം താറുമാറായിരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. മേ ബി ഒരു എയർ കണ്ടീഷൻ റൂമിലായാലും അല്ലെങ്കിൽ വീട്ടിനകത്തായാലും എവിടെ ഇരുന്നാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല. സോ ആന്തരികമായ അന്തരീക്ഷത്തെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ടെക്നോളജി, ഇതിനെയാണ് നമ്മൾ യോഗ, ആ ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ആളുകൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ശാംഭവി മഹാമുദ്ര എന്ന് പറഞ്ഞൊരു ക്രിയയാണ്. സോ ഒരു ക്രിയയാണ് പഠിപ്പിക്കുന്നതെങ്കിലും ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും സദ്ഗുരു ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇത് ക്രിയയെക്കുറിച്ച് മാത്രമല്ല. കാരണം നമ്മളൊരു ക്രിയ പഠിപ്പിക്കുകയാണെങ്കിലും അതിലൊരു എക്സ്പീരിയൻസ് കിട്ടുമെങ്കിലും ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഓവറോൾ വെൽബീയിങ് ഒരിക്കലും നടക്കില്ല. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാറ് നമുക്കുണ്ടെങ്കിൽ കാറിന് 4 ചക്രങ്ങളുണ്ട്. സോ ഈ 4 ചക്രങ്ങളും ഒരേ ദിശയിൽ പോവുകയാണെങ്കിൽ മാത്രമേ കാർ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ 2 ചക്രങ്ങൾ മുന്നോട്ടും 2 ചക്രം പിറകിലോട്ടും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാർ ഒരിക്കലും ഓടാൻ പോകുന്നില്ല. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യഘടനയും. 4 ചക്രങ്ങളുണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഊർജ്ജം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ലൈഫ് ക്യാൻ ബിക്കം വെരി എഫേർട്ട്ലെസ്. ഇറ്റ് ക്യാൻ ബിക്കം വെരി വെരി എഫേർട്ട്ലെസ്. സോ ആ ഒരു എഫേർട്ട്ലെസ്നെസ്, ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നർ എഞ്ചിനീയറിംഗ്. സോ ഞാൻ പറഞ്ഞതുപോലെ ഊർജ്ജത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ക്രിയ പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രാക്ടീസസ്, ഹഠയോഗയുടെ ചില പ്രിപ്പറേഷൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് ബോഡി ബിക്കംസ് മോർ കംഫർട്ടബിൾ. കാരണം നമ്മൾ എത്ര ക്രിയ പഠിക്കുകയാണെങ്കിലും ശരീരം കംഫർട്ടബിൾ ആയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ മാനസികവും നമ്മുടെ വൈകാരികവുമായ തലങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചില ടൂൾസും കൂടെയുണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ 10 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നർ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ കോഴ്സുകളിൽ ഇടപെടുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് കേരളത്തിൽ നിന്നുള്ള എന്താണ് അവസ്ഥ? ഈ ഇഷയുടെ ഇന്നർ എഞ്ചിനീയറിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്താണ് ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ 2015 തോന്നുന്നു ആദ്യത്തെ ക്ലാസ് എടുത്തത്. സോ അതിനുശേഷം തുടർച്ചയായിട്ട് ആ കോവിഡ് ടൈം ഒഴിച്ച് ബാക്കി എല്ലാ മാസവും പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 2.5-3 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും ക്ലാസ് നടക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി വീക്സ്. ഇപ്പോൾ ഒരു 3 മാസം നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 8-9 ക്ലാസ്സോ അല്ലെങ്കിൽ ഈവൻ 10 ക്ലാസ്സെങ്കിലും ഞാൻ നടക്കുന്നുണ്ടാവും. ഇൻ ബിറ്റ്വീൻ 1-2 ആഴ്ച മാത്രമേ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാരണം എനിക്ക് മിസ്സാവാറുള്ളൂ. സോ പ്രോഗ്രാംസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ലോങ്ങിങ് ഫോർ ഇറ്റ്. ലൈഫിൽ എന്തോ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് മാത്രമല്ല, ഞാനിതിപ്പോൾ എങ്ങനെ നോക്കുന്നു എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ആന്തരികതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആര് വരുന്നു എന്ന് വെച്ചാൽ, ആ ഒരു ലോങ്ങിങ് എപ്പോൾ തീവ്രമാകുന്നു അപ്പോൾ മാത്രമേ ആളുകൾ പ്രോഗ്രാമിലേക്ക് വരുന്നുള്ളൂ. മേ ബി ഒരു വൈഫ് ചെയ്തു ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മകൻ ചെയ്തു അമ്മയെ കൊണ്ടുവരുന്നു, അങ്ങനെ നടക്കുന്നുണ്ടാവും. പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ലോങ്ങിങ് തീവ്രമാകുമ്പോൾ മാത്രമേ ആളുകൾ വരാറുള്ളൂ. അല്ലാത്തവർക്കും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ആ ഒരു വൈമനസ്യം, ആ ഒരു ഹെസിറ്റേഷൻ അവിടെയുണ്ട്, ഒരു മടിയുണ്ട്. ആ മടി കാരണം ആളുകൾ വരുന്നില്ല.
പ്രോഗ്രാമിന് വരുന്ന ആളുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ അവരെങ്ങനെയാണോ വരുന്നത്, 7th ഡേ ഹൗ ദേ ഗോ ആഫ്റ്റർ ദ പ്രോഗ്രാം, എ ഹോൾ ലോട്ട് ഓഫ് ചേഞ്ച് വി ആർ സീയിങ്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും പ്രോഗ്രാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിട്ടുള്ളത്. ബിക്കോസ് ജസ്റ്റ് ഒരു 7 days നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് വി ആർ ഓൾ വോളണ്ടിയേഴ്സ് ഹിയർ. സോ നമുക്ക് ഇതൊരു ഡ്യൂട്ടി പോലെയല്ല, ആരെങ്കിലും അസൈൻ ചെയ്തതല്ല, ഇത് ചെയ്താലേ പറ്റൂ, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ആളുകൾക്കുള്ളിൽ ആ മാറ്റം കാണുമ്പോൾ ഇത് കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംതൃപ്തി, ദർ ഇസ് എ സർട്ടൺ സാറ്റിസ്ഫാക്ഷൻ ഇൻ വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് യു ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഈസ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ലൈഫ് ബിക്കോസ് യു ആർ ബ്രിങ്ങിങ് എ ചേഞ്ച് ഓർ എ ട്രാൻസ്ഫോർമേഷൻ ഇൻ പീപ്പിൾസ് ലൈഫ്. സോ ആ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും പ്രോഗ്രാമിന് വരുമ്പോൾ കാണാറുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ആളുകളെ കാണുമ്പോൾ ആ ഒരു ലോങ്ങിങ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അവർ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു 10 years ഞാൻ കണ്ടിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, ആളുകളുടെ ആ ഒരു വരുന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒരു 10 വർഷം മുമ്പ് ഞാൻ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഒരു 100 പേര് പ്രോഗ്രാമിനുണ്ടെങ്കിൽ മേ ബി ഒരു 1-2 പേർക്ക് ഒരല്പം സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 10-15 പേർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ അത് അവർ ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. സോ അതൊരു വലിയൊരു വ്യത്യാസമാണ് സമൂഹത്തിൽ ഞാൻ കാണുന്നത്. ബിക്കോസ് ഇത്രയും ആളുകൾ ജസ്റ്റ് ഒരു 10 years ടൈമിൽ ആളുകളുടെ പേഴ്സൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ 10 വർഷമായിട്ട് നിരന്തരമായിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഡ്രാസ്റ്റിക്കായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഹൗ ഇറ്റ് വാസ് 10 years ബാക്ക് ആൻഡ് ഇപ്പോൾ ഉള്ളതും. ഇൻ ടേംസ് ഓഫ് മെൻ്റൽ സ്റ്റെബിലിറ്റി പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ് ലൈക്ക് എനിത്തിങ്. അത് വളരെയധികം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ള സമയത്ത് നമുക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാരത്തോൺ പോലെ എപ്പോഴെങ്കിലും ഒരു വീക്ക് ഏതെങ്കിലും ഒരു ആഴ്ച കിട്ടുകയാണെങ്കിൽ ആ ആഴ്ചയും പ്രോഗ്രാം നടക്കണം. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രോഗ്രാമിനുള്ള പല we have our own limitations in conducting more and more programs. ആളുകളിലേക്ക് എത്തിക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസിനെയും താണ്ടി പ്രോഗ്രാംസ് മാക്സിമം നടന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് എബോവ് ഓൾ ഇപ്പോൾ സദ്ഗുരുവും ഇന്നർ എഞ്ചിനീയറിംഗ് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗിന് പ്രോഗ്രാം 7 days കമ്മിറ്റ്മെൻറ്റ് വേണം, ഡെയിലി 3 hours അവർ വന്നിരിക്കണം, അങ്ങനെ പല കമ്മിറ്റ്മെൻറ്റ്സ് കാരണം ആളുകൾക്ക് വരാൻ പറ്റിയില്ലെന്നിരിക്കും. ഇപ്പോൾ ഓൺലൈനിൽ ഇന്നർ എഞ്ചിനീയറിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പല ഫ്രീ പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്, മിറക്കിൾ ഓഫ് മൈൻഡ്. സോ അത് അവർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഫ്രീ ആയിട്ട് അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് എ ഗൈഡഡ് പ്രോസസ്സ്. സോ ആ ഒരു മിറക്കിൾ ഓഫ് മൈൻഡ് നമ്മുടെ മനസ്സിനെ ഒരല്പം ശാന്തമാക്കാനും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എ ബിഗ് വേ. ആ ഒരു പീസ്ഫുൾനെസ് നമുക്കുള്ളിൽ കൊണ്ടുവരാൻ സഹായിക്കും. സോ ദാറ്റ് വേ ലോട്ട് ഓഫ് ടൂൾസ് ആർ കമ്മിങ്.